വർഗീയ ശക്തിയെ നേരിടാൻ മറ്റൊരു വർഗീയ ശക്തിയുമായി കൈകോർക്കുന്നത് പ്രായോഗികമല്ലെന്ന് മാത്രമല്ല, ക്രിസ്തീയ മാർഗവുമല്ലെന്ന് KCBC. ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ എന്ന പേരിൽ KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി എഴുതിയ എഡിറ്റോറിയലിലാണ് വർഗീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഇരട്ടത്താപ്പിനെക്കുറിച്ചും ക്രൈസ്തവ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ക്രൈസ്തവർ കൂടുതൽ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നത് സത്യം തന്നെയാണ്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവർ നേരിടുന്ന അതിക്രമങ്ങളും മതപരിവർത്തന നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളും ഉയർത്തിക്കാണിച്ച് ആ വിഷയത്തിൽ സഹകാരികളുടെ വേഷം എടുത്തണിയാൻ മറ്റു ചിലർ ശ്രമിക്കുകയാണ്. ഒരു വർഗീയ പ്രത്യയശാസ്ത്രം ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ മറ്റൊരു വർഗീയ പ്രത്യയശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്നത് ക്രിസ്തീയമല്ല. ചില വർഗീയ പ്രസ്ഥാനങ്ങൾ മുഖംമൂടി ധരിച്ചും തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിച്ചും ക്രൈസ്തവരുടെ പിന്തുണ നേടിയെടുക്കുവാൻ രക്ഷകരുടെ വേഷം ചമയുന്നു. കേരളത്തിലും ലോകമെമ്പാടും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ സഹകാരികളാണ് ക്രൈസ്തവരെ സഹായിക്കുന്നവർ എന്ന വേഷം എടുത്തണിയാൻ ശ്രമിക്കുന്നവർ എന്നതാണ് ഏറെ വിചിത്രമായ വസ്തുത. അതേസമയം ക്രൈസ്തവർ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ ആത്മാർത്ഥമായി ഇടപെടാൻ മനസ്സ് കാണിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോ സാമൂഹിക സംവിധാനങ്ങളോ മുഖ്യധാര മാധ്യമങ്ങളോ ഇന്ന് നിലവിൽ ഇല്ല എന്നത് ക്രൈസ്തവരെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്തരം ഗൗരവമായ വിഷയങ്ങളിൽ നിന്ന് അധികാരികളും ഭരണകൂടവും മുഖം തിരിക്കുകയും നിഷേധാത്മക നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത് ഏറെ ദൗർഭാഗ്യകരമാണ് എന്നും KCBC എഡിറ്റോറിയൽ എടുത്തു പറയുന്നു. കഴിഞ്ഞ കുറെ കാലമായി ഇത്തരമൊരു പ്രതികൂല സാഹചര്യത്തിലൂടെയാണ് ക്രൈസ്തവർ കടന്നുപോകുന്നത്. എന്നാൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തകർച്ചകളെയും അതിജീവിച്ച് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ കൂടുതൽ ശക്തിയാർജിച്ചിട്ടുള്ള ചരിത്രമാണ് സഭയ്ക്കും ക്രൈസ്തവ വിശ്വാസത്തിനും ഉള്ളതെന്നും എഡിറ്റോറിയൽ ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും ചിലർ ക്രൈസ്തവർക്ക് സഹായ വാഗ്ദാനങ്ങളുമായി തെരുവിലിറങ്ങുകയും അവരാണ് യഥാർത്ഥ ക്രൈസ്തവ സംരക്ഷകർ എന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുകയും ചെയ്യുന്ന ഈ വേളയിൽ KCBC പുറത്തുവിട്ട ഈ എഡിറ്റോറിയൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ഈ വിഷയത്തിൽ ശരിയായ മാർഗദർശനം നൽകുന്നു എന്നത് സന്തോഷകരമാണ്.